കഴിഞ്ഞാൽ കെട്ടിയവന്മാർ അടുത്തില്ലാത്ത ഭാര്യമാരെ നോക്കി വരുന്നവന്മാരുണ്ട്. എത്ര ഹാപ്പിയുള്ള ബന്ധങ്ങൾ നമ്മൾ പുറമേ കണ്ടാലും സൗന്ദര്യപ്പണങ്ങൾ എല്ലായിടത്തും കാണും, എല്ലാ കുടുംബത്തിലും കാണും. ഇത് തന്നെ ചൂഷണം ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരാൻ നിൽക്കുന്ന ചെറ കാരണവന്മാരുണ്ട്. എല്ലാ ആണുങ്ങളും ഇല്ല, ചിലവന്മാര്. യുവമാർ ഈ പെമ്പിള അടുത്ത് വരുന്ന ഒരു പക്ഷേ സഹോദരനായിട്ടായിരിക്കും, ചേട്ടായി ആയിട്ടായിരിക്കും, അനുയായി ആയിട്ടായിരിക്കും, ഏറ്റവും അടുത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടായിരിക്കും. ഈ പെമ്പിളാർ വിചാരിക്കുന്നത് എന്താണെന്നറിയാവോ? നല്ലൊരു സുഹൃത്തിനെ പോലെ ഒരുത്തൻ, നല്ലൊരുത്തനാ. എന്റെ കെട്ടിയോനില്ലാത്ത സമയത്ത്, എന്റെ പീരീഡ്സ് സമയത്താണ് എന്റെ കെട്ടിയോ പോലും എന്നോട് ഇങ്ങനെ തിരക്കത്തില്ല. 7 ദിവസം കൃത്യമായിട്ട് തിരക്കും. വേദനയുണ്ടോ മോളെ? വയറ്റിനകത്ത് ചൂട് വെച്ചോ, തണുപ്പ് വെച്ചോ, ഫുഡ് കഴിച്ചോ, തൂറിയോ, പെടുത്തോ, എണീറ്റോ, ഉറങ്ങിയോ, എല്ലാം ചോദിക്കും. പനിവല്ലം വന്നാൽ തീർന്നു. തുമ്മലുണ്ടോ, തൂറ്റലുണ്ടോ, ഛർദിലുണ്ടോ, വയറക്കമുണ്ടോ, എല്ലാം ചോദിക്കും. ഇതൊക്കെ അങ്ങോട്ട് കേട്ട് കഴിയുമ്പോൾ ഉള്ളവർ വിചാരിക്കുന്നത് എന്താ? ഭയങ്കര കെയറിങ്, എന്റെ കെട്ടിയോനെക്കാട്ടി കൂടുതൽ കെയറിങ്, അവനോട് ഇച്ചിരി ഫ്രണ്ട്ഷിപ്പ് കൂട്ടിയേക്കാം. പക്ഷെ അവന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എല്ലാവരും ഞാൻ ഒരിക്കലും പറയട്ടെ, ഫോളോ ചെയ്തേ. എല്ലാവരും അല്ല, ചില വരുന്നവർ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ കളിക്കുക എന്നുള്ളത് തന്നെ. അത് മനസ്സിലാകാത്ത പോലാണ് നിന്റെ ഏറ്റവും വലിയ വിവരക്കേട്. ഇത് തുറന്നു വരുന്നത് ഒരു വിഷമം തോന്നുന്നത് എന്നെ പോലെയാണ്. ഞാൻ ഉൾപ്പെടെ എന്നെ തന്നെ കുടിക്കും. നിന്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സുഖിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മൾ നല്ലതായിരിക്കും, ചീത്തയായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു കണ്ണിൽ അവൻ ചീത്തയാണെന്ന് തന്നെ കരുതിക്കോ. ഒരു നഷ്ടം വരത്തില്ല. നീ നിന്റെ കെട്ടിയോടുള്ള ബന്ധത്തിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പിൽ സമാനം കയറ്റാൻ വരുന്ന ബോധം ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഉണ്ടാവുക. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നറിയാം, എന്നാലും